മസ്തൂർ ഭാരതി അത് ഇവിടുത്തെ ഞങ്ങൾ ഇപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഞാൻ ആദ്യം 68-ലെ BJP സമ്മേളനം പറഞ്ഞ മാതിരിയിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഭാരതത്തിലൊട്ടാകെയും കേരളത്തിൽ പ്രത്യേകിച്ചും സംഘത്തിനും സംഘപ്രസ്ഥാനങ്ങൾക്കും ഉണ്ടായിട്ടുള്ളൊരു വളർച്ച, അത് വളരെ വലിയ അംഗീകാരവും വളരെ വലിയ വളർച്ചയും കിട്ടി. മാത്രമല്ല ആ കാലഘട്ടത്തെ സ്വയംസേവകരുടെ സമരത്തിൻ്റെ ഒരു ആവേശം, അത് അന്ന് പൊതുജനങ്ങൾ ഡയറക്റ്റായിട്ട് കാണുന്നത് അന്നാണ്. പോലീസിൻ്റെ ലാത്തിക്ക് മുമ്പിൽ പതറാതെ നിന്നിട്ട് സ്വയംസേവകർ സമരം ചെയ്യുന്നത് കണ്ടപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പോലും അത്ഭുതപ്പെട്ടു പോയി. അന്ന് സമരം ചെയ്യുക എന്നൊക്കെയുള്ള തൻ്റെ ഇടം കമ്മ്യൂണിസ്റ്റുകാർക്കേ ഉള്ളൂ, ഇവരൊക്കെ ബൂർഷ്വാസികളാണ്, അടിയിന് കണ്ടാൽ ഓടും എന്നൊക്കെയുള്ള വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവരത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ മുതലാളിത്തം ഊറ്റി വളർത്തുന്ന അമുൽ കുട്ടികളാണ് എന്നാണ് അന്ന് സംഘത്തെക്കുറിച്ച് അവരൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടം, അന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരായ സമരം നടത്തിയിരുന്നത് സ്വയംസേവകർ മാത്രമായിരുന്നു. അത് ഓരോ സ്ഥലത്തും അതിന് പോലീസ് നേരിട്ട രീതി, ആ പോലീസുകാരുടെ അക്രമത്തിന് മുമ്പിൽ പതറാതെ നിന്നും ഒരൊറ്റ സ്ഥലത്ത് നിന്നും സ്വയംസേവകർ ഓടിയില്ല. അന്നത്തെ സമരത്തിൻ്റെ രീതി മുദ്രാവാക്യം വിളിച്ച്, കാരണം മുദ്രാവാക്യമൊക്കെ നിരോധിച്ചിട്ടുണ്ടല്ലോ, അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കാൻ ആർക്കും അധികാരം ഉണ്ടായിരുന്നില്ല, യാത്ര നടത്താൻ അധികാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് മുദ്രാവാക്യം വിളിച്ച് അങ്ങ് പോവുകയാണ്. അതാണ് സമരത്തിൻ്റെ രീതി. അല്ലാതെ ഏതെങ്കിലും ഓഫീസിന് മുമ്പ് പോയി കുത്തിരിക്കാനൊന്നും സമയം കിട്ടൂല. അപ്പോഴേക്ക് പോലീസ് വന്നിട്ട് അടിച്ചോടിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോവുകയോ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും ചെയ്തത്. ആദ്യത്തെ 2-3 ദിവസങ്ങളിലൊക്കെ സഖാക്കളുമൊക്കെ പല സ്ഥലത്തും ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് ഓരോ റൂട്ടിലൂടെ വന്നു. പോലീസ് വന്ന് അടിച്ചപ്പോൾ ഇവരൊക്കെ ഓടി, പല സ്ഥലത്തുനിന്ന് ഓടി. പിന്നെ അങ്ങനെ ഒരു സമരം പോലെ ഇത് കിട്ടിയില്ല. പിന്നെയാണ് നമ്മുടെ കുട്ടി സമരത്തിന് പോയിട്ടുള്ള ആളുകൾ എവിടെയും ഓടിയില്ല. പോലീസ് വന്ന് പിരിഞ്ഞു പോകണം പറഞ്ഞാൽ അടിക്കുന്ന സമയത്ത് അവിടെ കിടക്കുകയാണ് നിർദ്ദേശം. അവിടെ കമന്ന് കിടക്കാനാണ് നിർദ്ദേശം ഉണ്ടായിരുന്നത്. അവിടെ കമന്ന് കിടന്നു. 10-20 ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ ഓരോരോ ബാച്ചിൽ. ആ ബാച്ചിൽ പോലീസ് വരുമ്പോൾ ഈ ജാഥയിൽ വന്നിട്ട് ആളുകൾ അവിടെ കമന്ന് കിടക്കും. കമന്ന് കിടന്ന് പോലീസ് അവരുടെ കൈ തളരുന്നത് വരെ, അല്ലെങ്കിൽ ഈ ലാത്തിത്തണ്ട് മുറിഞ്ഞെന്നുള്ളത് അതിശയോക്തിയായിട്ടല്ല, സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. മുറിഞ്ഞടിച്ചിട്ട് മുറിയുന്നത്. പക്ഷേ ഈ കിടന്നെടുത്തുന്ന ഒരൊറ്റ കുട്ടി എഴുന്നേറ്റില്ല, കിടന്നെടുത്ത് അടിച്ചടിച്ച് തളരുകയാണ് ചെയ്തത്. അത് പലരിലും വലിയ ഒരു ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും സഹനമായ ഒരു സമരം നടത്താൻ RSSന് സാധിച്ചു, സ്വയംസേവകർക്ക് സാധിക്കുന്നു എന്നത് അത് വലിയ അത്ഭുതമായിരുന്നാണ്. പത്രങ്ങളൊക്കെ അന്ന് വളരെ ഇതായിട്ട്, പത്രത്തിൽ ഇന്നത്തെ മാതിരി എഴുതാനൊന്നും കഴിയില്ല, എന്നാലും വാർത്തയൊക്കെ കൊടുത്തു. അപ്പോൾ അതിന് ശേഷം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ളൊരു ഉണർവ്, സമരങ്ങളെ നേരിടാനുള്ള, സമരം നയിക്കാനുള്ള കഴിവ് സംഘത്തിൻ്റെ പ്രസ്ഥാനങ്ങൾക്കെന്ന് അതുപോലെ മറ്റാർക്കും തന്നെ ഇല്ല എന്ന നിലയിൽ പലരും വന്നെഴുതി. അപ്പോൾ അതൊക്കെ നമുക്ക് അനുകൂലമായ ഘടകങ്ങളായിരുന്നു. അപ്പോൾ സംഘപ്രസ്ഥാനങ്ങൾക്ക് ഞാൻ ഈ 62-ലെ കാര്യം പറഞ്ഞതുപോലെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്ന മാതിരിയിലുള്ള വളർച്ചയാണ് ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സംഘ പ്രസ്ഥാനങ്ങൾക്കുണ്ടായത്, അഖിലേന്ത്യാടിസ്ഥാനത്തിൽ. ഈ കേരളത്തിലും അതുണ്ടായി. അപ്പോൾ ആ ഒരു വളർച്ച നമുക്ക് എടുത്തു പറയാവുന്ന വളർച്ച എല്ലാ രംഗത്തും ഉണ്ടായി. എല്ലാ രംഗത്തും നമുക്ക് സ്വീകാര്യതയുണ്ടായി, എല്ലാവരും നമ്മളെ അംഗീകരിക്കുന്ന ഒരു രീതി വന്നു. അപ്പോൾ ആ അടിയന്തരാവസ്ഥ കൊണ്ട് കിട്ടിയുള്ള ആ ത്യാഗത്തിൻ്റെ ഇതുകൊണ്ട് കിട്ടിയിട്ടുള്ളതായ ഒരു ഗുണഫലം അതാണ്. ഒരു വളരെ നമുക്ക് പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു വളർച്ച, ഒരംഗീകാരം ആ സമയത്തുണ്ടായി. അതെ, അതുണ്ടായെങ്കിലും BMSന് അതിലുള്ള പങ്കും ഈ ത്യാഗത്തിൻ്റെ കാര്യങ്ങളും ഒന്നും മറ്റു പത്രങ്ങൾ അധികമൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല അന്ന്. പിന്നെ BMS നിരന്തരമായി പരിപാടികൾ അതിന് ശേഷം നടത്തി, പുതിയ യൂണിയനുകൾ നമ്മൾ തുടങ്ങുന്നു, നമ്മൾ ഇതുണ്ടായെങ്കിലും BMSനെയും അതുപോലെയുള്ള നമ്മളെ മറ്റ് പ്രസ്ഥാനങ്ങളെ BJP അടക്കം, അന്ന് BJP വന്നിട്ടില്ല, ജനസംഘാണ്, അടക്കം ബഹിഷ്കരിക്കുക എന്നൊരു നയം പത്രങ്ങൾ പൊതുവെ
പത്രങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് സ്വാധീനമാണല്ലോ അന്നും ഇന്നും. അപ്പോൾ ആ സ്വാധീനം ഉപയോഗിച്ച് അവർ നമ്മുടെ വാർത്തകൾ സംസ്കരിക്കാൻ തുടങ്ങി. ഒരു വാർത്തയും കാര്യമായി കൊടുക്കില്ല. ആദ്യത്തെ ആ സമയത്ത് കുറേയൊക്കെ കൊടുത്തു എങ്കിൽ പിന്നെ വാർത്തയൊന്നും കൊടുക്കാത്ത ഒരു, എത്ര വലിയ പരിപാടി നമ്മൾ നടത്തിയാലും കൊടുക്കില്ല. അവർ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുത്താലും ചെയ്യില്ല. ഒരു സംസ്കരണം പത്രങ്ങളുടെ ഭാഗത്ത് നിന്ന് പൊതുവേ ഉണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളെല്ലാവരും കൂടി ഇരുന്നൊന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് വലിയ നാട്ടിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളെ വാർത്തകൾ, നമ്മുടെ പ്രവർത്തനമെങ്കിലും നമ്മുടെ പ്രവർത്തകരെ അറിയണ്ടേ, മറ്റുള്ളവരോട് അറിയിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വാർത്താപത്രിക, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ തന്നെ മറ്റ് പ്രവർത്തകരെ അറിയിക്കുക എന്നതായിരുന്നു ആദ്യം ചർച്ച ചെയ്യപ്പെട്ട വിഷയം. അതിനൊരു ബുള്ളറ്റിൻ പോലെ മാസത്തിൽ ഒന്ന്, ആഴ്ചാത്മക്കുള്ള നിർദ്ദേശമൊക്കെ ഒന്ന്, മാസത്തിലൊന്ന് ഒരു പ്രസിദ്ധീകരണം നമ്മൾ ആരംഭിക്കുന്നത് നല്ലതാണ്. മറ്റ് പത്രങ്ങളിൽ നിന്ന് എത്രയൊക്കെ ആയാലും എഴുതില്ല, കാരണം രാഷ്ട്രീയ സ്വാധീനമുള്ള പത്രങ്ങളാണ് ഇവിടെ. ഇത് അവരെഴുതില്ല. മാത്രവുമല്ല, BMSനെയും വികലമായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. BMS ആദ്യം മുതലേ ഈ കാര്യങ്ങളൊക്കെ നടന്നെങ്കിലും ആദ്യം മുതലേ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും BJPയുടെ ചില പ്രവർത്തനമായിട്ട് സഹകരിക്കുന്നുണ്ടെങ്കിലും BMS BJPയുടെ ഭാഗം അല്ല എന്ന് തന്നെയാണ് അന്നും ഇന്നും നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും പത്രങ്ങൾ അതിനെ വക്രീകരിച്ചുകൊണ്ട് ഇത് BMSൻ്റെ സംഘടനയാണ്, അല്ല BJPയുടെ സംഘടനയാണ് എന്ന രീതിയിൽ തന്നെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ പ്രവർത്തകർക്ക് പോലും കൺഫ്യൂഷൻ വരുന്നു, എങ്ങനെ BJPയുടേതല്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യഥാർത്ഥ പ്രവർത്തന ശൈലി എന്തുകൊണ്ട് നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമാകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ സാധാരണ പ്രവർത്തകർക്ക് അറിയണമെങ്കിൽ, അപ്പോൾ അതിന് അനുസരിച്ച് കൊണ്ടുള്ള നമ്മൾ പല പ്രവർത്തനവും അവർക്ക് അറിയണമെങ്കിൽ നമ്മൾ തന്നെ ഒരു പ്രസിദ്ധീകരണം തുടങ്ങണം. പിന്നെ അന്ന് ആകെ സംഘത്തിന് മൊത്തത്തിലുണ്ടായിരുന്ന ഒരു പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് കേസരിയാണ്. അപ്പോൾ കേസരിയിൽ വേറെ ധാരാളം വാർത്തകൾ ആ സമയത്ത് കേസരിയിൽ ഹിന്ദു പ്രവർത്തന സംവിധാനങ്ങൾ അന്ന് മറ്റ് പത്രങ്ങൾ തമസ്കരിച്ചിരുന്നു. അതിനാണ് കേസരി മുൻതൂക്കം കൊടുത്തത്. അപ്പോൾ കേസരിയിൽ ആ കാര്യങ്ങളാണ് ധാരാളം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം വരുന്ന ഒരു പത്രിക നമ്മൾ തുടങ്ങണം എന്ന ചിന്ത വന്നതിൻ്റെ ഫലമായിട്ടാണ് അന്നത്തെ ദേശീയ സ്റ്റേറ്റ് കമ്മിറ്റി ഒരുമിച്ചിരുന്ന് എറണാകുളത്ത് നിന്ന് തീരുമാനിച്ചത്. അന്ന് നമ്മളെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന നിലയിൽ, ഓർഗനൈസിംഗ് സെക്രട്ടറി അല്ല, അന്ന് സംസ്ഥാനത്തെ അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി, അതായത് സ്റ്റേറ്റ് ഓഫീസിൻ്റെ ചാർജ് ഉണ്ടായിരുന്നത് പ്രഭാകരൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്കാണ്. ഫുൾ ടൈം വർക്കറാണ്, അയാൾ മരിച്ചുപോയി, അയാൾക്കാണ്. അപ്പോൾ അയാളുടെയൊക്കെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു പത്രം തുടങ്ങുക, ഒരു ബുള്ളറ്റിൻ പോലെ തുടങ്ങുക എന്ന് തീരുമാനിച്ചു. അത് ആകെ 4 പേജിൽ ആണ് തുടങ്ങാൻ തീരുമാനിച്ചത്. എറണാകുളത്തുനിന്ന് തന്നെ തുടങ്ങാം. അന്ന് ഈ കൈപ്രസ്സാണ്, അക്ഷരം പെറുക്കി വെക്കുന്ന സംവിധാനമാണ് അന്ന്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയമൊക്കെ എടുക്കും അതിന് പ്രിൻ്റ് ചെയ്തൊക്കെ വരാൻ. അപ്പോൾ ഏതായാലും നമ്മൾ അപ്പോഴത്തേക്ക് കുറേ വാർത്തകളൊക്കെ ശേഖരിച്ച് കൊടുത്ത് അത് പിന്നെ ഇങ്ങനെ അച്ചു നിരത്തി ഒക്കെയാണ് പ്രിൻ്റ് ചെയ്ത് വരിക. അങ്ങനെയാണ് 4 പേജിൽ ആദ്യത്തെ മസൂർ ബാജി 1979 എറണാകുളത്ത് നിന്നും തുടങ്ങി. അത് 3 കൊല്ലം തുടർച്ചയായിട്ട് അവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രസിദ്ധീകരിച്ച് പിന്നെ അതിന് സാമ്പത്തികമായ പ്രയാസങ്ങളും സാങ്കേതികമായ ചില വിഷമങ്ങളും ഒക്കെ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിലച്ചുപോയി, അതിൻ്റെ പ്രസിദ്ധീകരണം നിലച്ചു. അപ്പോഴേക്ക് പ്രഭാകരന് ജോലി കിട്ടി, അദ്ദേഹം പോയി. അപ്പോൾ അതുകൊണ്ട് അത് കാര്യമായിട്ട് നോക്കി നടത്താനും ആരും ഇല്ലാതാവുന്നു. അങ്ങനെ ഒരു 3 കൊല്ലക്കാലം അത് നിലച്ചു, അതിൻ്റെ പ്രസിദ്ധീകരണം നിലച്ചു. വീണ്ടും അത് അപ്പോൾ 73, 76, 79, 79ഉം 3 കൊല്ലം നിലച്ചുപോയി. അത് കഴിഞ്ഞ് 82ലേക്ക് 83ലാണ് പിന്നെ കോഴിക്കോട്ട് നിന്ന് ആരംഭിക്കാം ആരംഭിക്കാമെന്ന് പറഞ്ഞാൽ ഒരു തൻ്റെ ഇടം എന്നുള്ള നിലയ്ക്ക് അന്ന് ആ യോഗത്തിൽ ഞാനങ്ങ് പറഞ്ഞതാണ്.
ഇതിനി ആരെ ഏറ്റെടുക്കും, എങ്ങനെ നടത്തും, എവിടെ നടത്തും, ഇപ്പം തന്നെ നടത്തിയിട്ട് കാശില്ലാതെ നിന്ന് പോയതാണ്. അപ്പോൾ ഇതൊന്നും നടത്താനും കഴിയില്ല എന്ന നിലയിൽ തന്നെയായിരുന്നു പലരും ആ യോഗത്തിൽ അഭിപ്രായപ്പെട്ടത്. പക്ഷേ എന്തോ ഒരു തൻ്റെ ഇടത്തിന് അങ്ങ് പറഞ്ഞു അത് കോഴിക്കോട്ട് നിന്ന് നടത്താം, എന്നാൽ ഇവിടെ ആർക്കും നടത്താൻ കഴിയില്ലെങ്കിൽ കോഴിക്കോട്ട് നിന്ന് നടത്താം. അന്ന് നമ്മളൊരു പേര് അതിൽ സ്മരിക്കേണ്ടത് ഒരു പി വി കരുണാകരൻ, മറ്റേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലൊരു വർക്കർ ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ നല്ല വർക്കറായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹം ഒരു ഇത്തിരി ഈ പത്രപ്രവർത്തനത്തിലുള്ള സ്വാധീനമുള്ള ആളാണ്, കുറച്ച് അതിനോട് ബന്ധപ്പെട്ട ആളാണ്. അപ്പം അയാൾ പറഞ്ഞു ഞാനും സഹായിക്കാം. അയാൾ അന്ന് കോഴിക്കോട്ടാണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് നടത്താം, കോഴിക്കോട് നിന്ന് നടത്താം എന്ന് തീരുമാനിച്ചിട്ട് 82 അത് വീണ്ടും കോഴിക്കോട്ടേക്ക് വന്നത്. അപ്പോൾ കോഴിക്കോട്ട് നിന്നാണ് പിന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇതേ 4 പേജിൽ തന്നെയാണ് കോഴിക്കോട്ടും ആരംഭിച്ചത്. കോഴിക്കോട്ട് നിന്ന് ആരംഭിച്ചതിന് ശേഷം ഇന്ന് വരെയും അതിൻ്റെ പ്രവർത്തനം നിലച്ചിട്ടില്ല. തുടർച്ചയായിട്ട് എല്ലാ ലക്കവും പ്രസിദ്ധീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ആഴ്ചയും എല്ലാ മാസവും തുടർച്ചയായിട്ട് തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആകെ ആ കോവിഡിൻ്റെ സമയത്ത്, അത് പിന്നെ ജനറലായിട്ട് എല്ലാത്തിനും സംഭവിച്ചിട്ടുള്ളതാണ്. കോവിഡിൻ്റെ സമയത്ത് ബാക്കി ഇപ്പോഴും കൂടി അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതിനുശേഷം പല മാറ്റങ്ങളും അതിൽ വന്നു. അതിൻ്റെ പേജൊക്കെ വർദ്ധിപ്പിച്ചു, ഓരോരോ കാലഘട്ടത്തിൽ അതിൻ്റെ പരിധി വർദ്ധിപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഈ 4 പേജിൽ നിന്ന് തുടങ്ങി അതിപ്പോൾ 52 പേജിൽ നിൽക്കുന്നു. ഇപ്പോൾ അത് ഈ ഏറ്റവും ലേറ്റസ്റ്റ് പറയുന്നത് 52 പേജിലാണ് നടക്കുന്നത്. പിന്നെ അതിൻ്റെ കടലാസൊക്കെ മാറ്റി പഴയ മാതിരിയുള്ള കടലാസൊക്കെ പിന്നെ കുറച്ചും കൂടി മെച്ചപ്പെട്ട കടലാസിൽ മെച്ചപ്പെട്ട പ്രിൻറ്റിങ്, പിന്നെ പ്രിൻറ്റിങ് ടെക്നോളജിയിൽ വന്ന മാറ്റമൊക്കെ വെബ്സൈറ്റ് ഇതൊക്കെ വന്നല്ലോ. അപ്പോൾ ആ വെബ്സൈറ്റിലാണ് നമ്മൾ പഠിക്കുന്നതൊക്കെ. ആ പ്രിൻറ്റിങ്ങിൽ മാറ്റം വന്നു, കടലാസിൽ മാറ്റം വന്നു. പിന്നെ അതിൻ്റെ കവർ പേജ് പ്രത്യേകമായിട്ട് വന്നു. കവർ പേജിൽ ആർട്ട് പേപ്പർ ഉപയോഗിക്കാൻ തുടങ്ങി, കളർ പേപ്പർ, കളർ പ്രിൻറ്റിങ് തുടങ്ങി. അതിൻ്റെ ഫോട്ടോ ഒക്കെ കളർ പ്രിൻറ്റിങ്ങിലാണ് വരുന്നത്. മുമ്പൊക്കെ ഫോട്ടോ ഒരു പ്രത്യേക അച്ച് ഉണ്ടാക്കിയിട്ട് അതിൽ ഇങ്ങനെ പതിക്കുന്ന ഏർപ്പാടായിരുന്നു. അതൊക്കെ മാറ്റി ഇപ്പോൾ നല്ല ഇതുള്ള ഫോട്ടോകളൊക്കെ വരുന്നു. അപ്പോൾ ആധുനികമായ രീതിയിൽ പറയാൻ സ്വന്തമല്ലെങ്കിലും ആധുനികമായ രീതിയിലുള്ള പ്രിൻറ്റിങ് പ്രസ്സിലാണ് നമ്മളതിപ്പോൾ പ്രിൻ്റ് ചെയ്യുന്നത്. നല്ല രീതിയിൽ പ്രിൻ്റ് ചെയ്യുന്നു. ഏതാണ്ട് 1,00,000-ഓളം കോപ്പി അത് പ്രിൻ്റ് ചെയ്ത് അയക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ 81 വരെ എത്തിയതായിരുന്നു. കഴിഞ്ഞ ഇതിൽ 82,000 കോപ്പിയാണ് കഴിഞ്ഞ മാസം നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഈ വർഷം കുറച്ചൊന്ന് കുറഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഇതിൽ കൂടും എന്നാണ് വിശ്വാസം. ഏതായാലും ഇപ്പോൾ 50ൻ്റെ അടുത്ത് അത് റെഗുലറായി പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്നു കോപ്പികൾ. വായനക്കാർക്ക് നേരിട്ട് പോസ്റ്റലിൽ അയച്ചു കൊടുക്കുന്ന സമ്പ്രദായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് സബ്സ്ക്രിപ്ഷൻ ഒരു വർഷത്തേക്ക് വാങ്ങും. ആദ്യത്തെ തുടക്കത്തിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വർഷത്തിൽ 5-10 റുപ്യ വെച്ചാൽ, ഞാൻ വ്യക്തമായിട്ട് അറിയുന്നില്ല. അത് അവിടെ നോക്കിയിട്ട് ദിവാരൻ ഇങ്ങോട്ട് അയച്ചു തരാമെന്നുണ്ട്. എൻ്റെ അഭിപ്രായം 10 റുപ്യ എന്നാണ് തോന്നുന്നത് ഒരു വർഷം പ്രസിദ്ധീകരണത്തിൽ വാങ്ങി. അത് പിന്നെ 15, 20, 25 എന്ന രീതിയിലൊക്കെ കൂടി ഇപ്പോൾ 150 ഈ ഒരു വർഷത്തേക്ക്. 150 റുപ്യ വരിസംഖ്യയായിട്ട് വാങ്ങുന്നു. മുൻകൂട്ടി വരിസംഖ്യ വാങ്ങിയിട്ടാണ് ഇപ്പോൾ പത്രം നടത്തുന്നത്. ഏതാണ്ട് ഇപ്പോൾ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നല്ല ഒരു ലീഡിങ് പ്രസിദ്ധീകരണം എന്ന നിലയ്ക്ക് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വന്തമായിട്ട് അതിനൊരു ഓഫീസും സ്റ്റാഫും എല്ലാം ഉണ്ട്. ഏതാണ്ട് ഒരു 10-12ഓളം സ്റ്റാഫ് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ല നിലയിൽ ആ പത്രത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരിക്കുന്നു. അതിൽ വരുന്ന പല ലേഖനങ്ങളിലും അതിൻ്റെ എഡിറ്റോറിയലൊക്കെ ഇപ്പോൾ മറ്റ് ട്രേഡ് യൂണിയനും ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരും അവരുടെ അഭിപ്രായങ്ങളിൽ പ്രമേയങ്ങളിലൊക്കെ ഇത് കോട്ട് ചെയ്യാറുണ്ട്. പലപ്പോഴും പലതിനെക്കുറിച്ചും പറയാറുണ്ട്. ഇപ്പോൾ കേരളത്തെ മറ്റ് ട്രേഡ് യൂണിയനുകൾക്കും ഒക്കെ തന്നെ ആദ്യകാലത്ത് സ്വന്തമായ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു. CIT പ്രസിദ്ധീകരണം, ലേബർ വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രസിദ്ധീകരണങ്ങളും പല ട്രേഡ് യൂണിയനുകളും നടത്തിയിരുന്നെങ്കിലും അവർക്കൊന്നും ഇതുപോലെ റെഗുലറായിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന കാര്യങ്ങൾ അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ മാതിരി റെഗുലറായിട്ട് ഇത് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്നില്ല. പല തിരക്കിനുള്ളിലും അത് അങ്ങ് പോവുകയാണ്. മാത്രമല്ല ഇത്രയേറെ നമ്മളെ പ്രസിദ്ധീകരണത്തിനുള്ള ഒരു പ്രത്യേകത, നമ്മൾ ധാരാളം വാർത്തകൾ VMS നടത്തുന്ന, അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ രംഗത്ത് നടത്തുന്ന വാർത്തകൾ ശേഖരിച്ചിട്ട് അത് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. അതിൻ്റെ ഫോട്ടോവും
വാർത്തയും. അതാണ് നമ്മളെ പ്രസിദ്ധീകരണത്തിലെ ഏതാണ്ട് 90% അതാണ്. അപ്പോൾ വാർത്തകൾ അറിയാൻ വേണ്ടി മറ്റു സംഘടനയിലെ ആളുകളും ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. എന്തെല്ലാം നടന്നു, എവിടെയെല്ലാം സമരം നടന്നു, എവിടെയെല്ലാം എഗ്രിമെൻ്റ് ഉണ്ടായി എന്നൊക്കെ അറിയാൻ ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. മറ്റ് പ്രസിദ്ധീകരണങ്ങൾ, ട്രേഡ് യൂണിയൻ്റെ CIT സന്ദേശമൊക്കെ അതിലൊക്കെ അവർ ലേഖനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവരുടെ പല ലീഡേഴ്സും ലേഖനങ്ങൾ കമ്മ്യൂണിസത്തെക്കുറിച്ചും തൊഴിലാളി ഇതിനെക്കുറിച്ചും സോഷ്യലിസത്തെക്കുറിച്ചുമൊക്കെ ലേഖനങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ലേഖനങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കും. ട്രേഡ് യൂണിയൻ രംഗത്തെ ചില ടെങ്കിടിജിൻ്റെയും അതുപോലെ കാട്ടേജിൻ്റെയും ഒക്കെ ലേഖനങ്ങൾ കൊടുക്കുന്നല്ലാതെ ലേഖനങ്ങൾക്കാർക്ക് ഉപരി വാർത്തകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ട്രേഡ് യൂണിയൻ രംഗത്ത് നടക്കുന്ന, തൊഴിലാളികൾക്കിടയിൽ നടക്കുന്ന ആ സംഭവങ്ങളെ എല്ലാവരിലും എത്തിക്കുക എന്നൊരു ശൈലിയാണ് നമ്മൾ സ്വീകരിച്ചത്. അത് പൊതുവെ തൊഴിലാളികൾക്കിടയിലും താല്പര്യമുണ്ട് അതറിയാൻ വേണ്ടിയിട്ട്. മറ്റ് മറ്റ് ലേഖനങ്ങളെക്കാളൊക്കെ, ലേഖനങ്ങൾ വേണ്ടെന്നുള്ളതല്ല, പക്ഷേ ലേഖനങ്ങൾ മറ്റു പലതും നമ്മളാദ്യം തന്നെ തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ബാക്കി ലേഖനങ്ങളും ആശയത്തെക്കുറിച്ചും ആദർശത്തെക്കുറിച്ചുമൊക്കെ പ്രചരിപ്പിക്കാനൊക്കെയുള്ള കാര്യങ്ങൾ മറ്റു പല സംഘടനകളും ചെയ്യുന്നുണ്ട്, മറ്റു പല പ്രസിദ്ധീകരണങ്ങളിലും വരുന്നുണ്ട്. പക്ഷേ തൊഴിലാളി രംഗത്ത് നടക്കുന്ന കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ മറ്റ് പത്രങ്ങളും അത്രയൊന്നും തന്നെ താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ അതിന് താല്പര്യം കൊടുത്തുകൊണ്ടാണ് BM മസൂർ ഭാരതി പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പം അതിന് സ്വന്തമായ ഓഫീസും സ്വന്തമായ സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് നല്ല സ്വീകാര്യത തൊഴിലാളികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് നമുക്ക് BMSന് തന്നെയുള്ള ഒരു അനുഭവം, BMSൻ്റെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതുപോലെ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പലതും ഇപ്പോൾ നിന്നുപോയി. ചിലതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ നടക്കുന്നു, ഇടയ്ക്കൊക്കെ നിന്ന് പോകുന്നു. അതിനെല്ലാം അവർ പറഞ്ഞിട്ടുള്ളൊരു കാരണം അതിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങളാണ്. അത് പ്രസിദ്ധീകരിക്കാൻ കഴിയാത്ത ഇത്. നമുക്ക് ആ സാമ്പത്തിക പ്രയാസങ്ങളെ തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം മുതലേ നമ്മൾ നല്ല രീതിയിൽ അതിനുള്ളൊരു സംവിധാനമൊക്കെ തയ്യാറാക്കിയതുകൊണ്ട് സാമ്പത്തിക പ്രയാസം കൊണ്ട് നമ്മുടെ പ്രസിദ്ധീകരണം ഒരിക്കലും നിന്ന് പോയിട്ടില്ല. ഇനിയും ഇന്നത്തെ നിലയിൽ ആളുകൾ ബോധപൂർവ്വം അതിനെ തകർത്തിട്ടില്ലെങ്കിൽ ഒരു 5-10 കൊല്ലത്തേക്കൊന്നും സാമ്പത്തിക പ്രയാസം കൊണ്ട് അത് നിന്ന് പോകില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം.